കരിമ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പന്തളത്തെ ഒരു തൂക്കുപാലത്തിലാണ്. പന്തളം അച്ചൻകോവിലാറിന് കുറുകെയുള്ള തൂക്കുപാലം. ഇവിടെ നിന്നാണ് അതിമനോഹരമായ പുതിയ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പന്തളത്തെ പ്രകൃതി വിസ്മയം തീർത്ത അതിമനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. നമ്മളങ്ങനെ മാവരപ്പാറയുടെ താഴ്വശത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ താഴെ വന്ന് നമുക്ക് ആദ്യം കാണാൻ പറ്റിയത് നമ്മുടെ ഗ്രാമീണ നിർത്തുന്ന ഒരു ട്രാക്ടറിനകത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ശരിക്കും ആ ഭാഗത്തൊക്കെ ഇത് കഴിഞ്ഞ് ട്രാക്ടറൊക്കെ കൂട്ടി കഴിഞ്ഞ് കയറിയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണത ഈ കണ്ടത്തിന്റെ നടുവിൽ, അത് പന്തളം നഗരത്തിന്റെ നടുവിലായിട്ട് വളരെ ഉയരം കൂടിയ ഒരു പ്രദേശം തന്നെയാണ് മാവരപ്പാറ എന്ന് പറയുന്നത്. നല്ല സൂപ്പർ പ്രദേശം. നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും പത്തനംതിട്ടക്കാർ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് ആ മാവരപ്പാറയിലെ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ നമുക്ക് പുറകിൽ കാണുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ വിസ്മയം. പന്തളത്തെ മാവരപ്പാറ എന്ന ഉയരം കൂടിയ വളരെ സാഹസികമായി നമുക്ക് കയറി പോകാൻ പറ്റുന്ന വളരെ മനോഹരമായ പ്രദേശമാണ്. താഴെ പാറക്കുളം നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിയാലും മനുഷ്യനാലും വിസ്മയം തീർത്ത പ്രദേശം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങോട്ട് ദൂരത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ പാടശേഖരങ്ങൾ, കൃഷിയെ ഓർമ്മിപ്പിക്കുന്ന ആ പാടശേഖരങ്ങളൊക്കെ നമ്മളെ കാണാൻ കഴിയും. പന്തളത്തെ ചെറിയ പാടശേഖരങ്ങളാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പോത്തു വളർത്തു കേന്ദ്രമുണ്ട്. വളരെ വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ പോത്തു വളർത്തു കേന്ദ്രം അവർ സാധ്യമായിരിക്കുന്നത്. എന്നാൽ നമുക്ക് അവിടെയൊക്കെ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. നമ്മുടെ കല്യാണ വീഡിയോ ഒക്കെ ആണെങ്കിൽ കല്യാണ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു ഷൂട്ട് എടുക്കാൻ പറ്റിയ വളരെ മനോഹരമായ സ്ഥലമാണ്. എല്ലാവരും നമ്മൾ വാഗമണിലേക്ക് ഇടുക്കിയിലേക്കൊക്കെ പോകുമ്പോൾ ശരിക്കും ആ പാറമുകളിൽ കയറി നിന്നുണ്ടല്ലോ നമ്മൾ നല്ല ഫീലാണ്, നല്ലൊരു ഫീൽ കിട്ടും. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ആ വീഡിയോയിലേക്ക് കാണാം. ഈ മാവരപ്പാറയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊന്ന് പറയുന്നത് മനുഷ്യൻ്റെയും അതേപോലെ പ്രകൃതിയാലും വൈവിധ്യമുള്ളൊരു സ്ഥലങ്ങളാണ്. മനുഷ്യൻ്റെ നിർമ്മിത ഒരു കോറിയായിരുന്നു പണ്ട്. ആ കോറിയോട് ചേർന്നുള്ള പ്രദേശമാണ് ആ ഉയരമുള്ളൊരു പ്രദേശം കൂടിയാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത് തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നൊരു രംഗമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും നല്ലൊരു രസമാണ്. ഇവിടെ നിന്നാൽ ദൂരക്കാഴ്ചകൾ, പന്തളത്തെ ദൂരക്കാഴ്ചകൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാം. ഈ ഒരു സമയത്ത് നല്ലൊരു കാറ്റുണ്ട്. പിന്നെ സൺസെറ്റ് കാണാൻ വരുന്നവർക്കും അതേപോലെ നമ്മുടെ കല്യാണ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്നവർക്കും ഏറ്റവും പറ്റിയൊരു പ്ലേസാണ് പത്തനംതിട്ട. മാവരപ്പാറയിൽ കയറി ഇറങ്ങിയിരിക്കുകയാണ്. അതിമനോഹരമായ ദൃശ്യങ്ങളായിരുന്നു എന്ന് ഞാൻ പറയണം. കാരണം ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളായിരുന്നു നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഈ പന്തളത്തിന്റെ ഗ്രാമപ്രദേശങ്ങൾ മൊത്തം നമുക്കതിൽ കാണാൻ കഴിഞ്ഞു എന്നതാണ് അതിന്റെ മനോഹാരിത. ഇതിന്റെ അപ്പുറത്ത് ശരിക്കും ഒരു പാറക്കുളം കൂടിയുണ്ട്. മീനുകൾ ഇതിനകത്തുള്ള നല്ലൊരു കുളം കൂടിയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി വന്ന് ശരിക്കും റിലാക്സ് ആവാൻ പറ്റിയൊരു സ്ഥലം. മാവരപ്പാറ കയറിയതിന്റെ ക്ഷീണം മാറ്റാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ താഴ്ഭാഗം. ഇവിടെ നിന്ന് കണ്ടില്ലെങ്കിൽ ശരിക്കും മാവരപ്പാറ നമ്മളെ കാണാതെ പോയി, ആസ്വദിക്കാതെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ നമ്മുടെ യാത്രകളും വിശേഷങ്ങളും ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് മാവരപ്പാറ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. പത്തനംതിട്ടയിലെ അതിമനോഹരമായ ഒരു കൊച്ചു പ്രദേശം. അപ്പോൾ അടുത്ത വീഡിയോയും വിശേഷങ്ങളുമായി ഞങ്ങൾ വരും വരെ കാത്തിരിക്കുക. ഞങ്ങൾ പുതിയ വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കുക, ബെൽ ബട്ടൺ അമർത്തിയേക്കുക.